യേശുക്രിസ്തു എങ്ങനെയാണ് പഴയ നിയമത്തെ കണ്ടത്? അതാണ് ഇന്ന് ഞാൻ ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പലതും ഇന്നത്തെ മനുഷ്യരെ ഏറ്റെടുക്കുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു അതിനെ എങ്ങനെ കണ്ടു? യേശുക്രിസ്തു ഇന്നത്തെ മനുഷ്യര്, വേദപണ്ഡിതന്മാർ, അച്ഛന്മാർ, പാസ്റ്റേഴ്സ്, ഇങ്ങനെയുള്ളവരൊക്കെയും വിശ്വസിക്കുന്നത് പോലെയാണോ? അതോ കർത്താവിന് ഇത് വിശ്വാസമായിരുന്നു? കർത്താവ് വിശ്വസിച്ചെങ്കിൽ, കർത്താവിന്റെ തിരുവെഴുത്ത് പഴയ നിയമമായിരുന്നുവെങ്കിൽ, യേശു എടുത്തതുപോലെ നാം അതിനെ എടുത്തില്ലെങ്കിൽ അതിൽ നിന്ന് നമുക്ക് ഗുണമുണ്ടാകില്ല. കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ഒരു വാക്യം ഞാൻ വായിക്കട്ടെ. ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ാമത്തെ വാക്യത്തിൽ താൻ തന്റെ ശിഷ്യന്മാരോട് അവസാനമായി പറയുന്ന ചില കാര്യങ്ങളിൽ ഒരെണ്ണമാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാം അധ്യായത്തിൽ യേശു സ്വർഗത്തിലേക്ക് പോകുന്നതിന് മുൻപ് ശിഷ്യന്മാരോട് പറയുകയാണ്. എന്താണെന്ന് അറിയാമോ? അവരോട്, ഇതാകുന്നു നിങ്ങളോടുകൂടെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞ വാക്ക്. മോശയുടെ ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകങ്ങളിലും സങ്കീർത്തനങ്ങളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഒക്കെയും നിവൃത്തിയാകണം എന്നുള്ളത് തന്നെ. അപ്പോൾ യേശു ക്രിസ്തു പറയുകയാണ്, മോശയുടെ പുസ്തകത്തിലും പ്രവാചകന്മാരുടെ പുസ്തകത്തിലും എഴുത്തുകളിലും അല്ലെങ്കിൽ സങ്കീർത്തനങ്ങളിലും പറഞ്ഞിരിക്കുന്നത് എന്നെ കുറിച്ചാണ്, അത് നിവൃത്തിയാകണം. അപ്പോൾ അവിടെ താൻ ഉദ്ദേശിക്കുന്നത് പഴയ നിയമത്തെ മുഴുവൻ 3 പദങ്ങളിൽ താൻ ഉൾപ്പെടുത്തുകയാണ്. ഇങ്ങനെയാണ് യഹൂദന്മാർ വേദപുസ്തകത്തെ തിരിക്കുന്നത്. നമ്മളുടെ ബൈബിളിൽ കിട്ടിയ ഓർഡറിലല്ല യഹൂദന്മാരുടെ ബൈബിൾ. യഹൂദന്മാരുടെ ബൈബിളിൽ 3 ഭാഗങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, മോശയുടെ പഞ്ചഗ്രന്ഥം, അതിനവർ വിളിക്കുന്നത് ന്യായപ്രമാണം, തോറ. രണ്ടാമത്തേത് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരെന്ന് പറയുന്നത് നാം കാണുന്ന പ്രവാചകന്മാരുടെ ലിസ്റ്റിലല്ല കാണുന്നത്. മൂന്നാമത്തേത് സങ്കീർത്തനം, അതാ എഴുത്തുകൾ. ഇങ്ങനെ 3ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകമാണ് അവരുടെ ആരംഭ പുസ്തകം. 2-ാം ദിനവൃത്താന്തമാണ് അവരുടെ അവസാനത്തെ പുസ്തകം. അപ്പോൾ ആദ്യത്തെ 5 ഗ്രന്ഥങ്ങളാണ് മോശയുടെ ന്യായപ്രമാണം എന്ന പേരിൽ അറിയപ്പെടുന്ന പുസ്തകം. രണ്ടാമത്തേത് പ്രവാചകന്മാർ എന്നറിയപ്പെടുന്ന പുസ്തകം. അതിന്റെ ആദ്യ ലിസ്റ്റിൽ വരുന്നത് ജോഷുവ, ന്യായാധിപന്മാർ, രാജാക്കന്മാരുടെ പുസ്തകം, ശൗമേലിന്റെ പുസ്തകം. രാജാക്കന്മാരും ശൗമേലും അത് പ്രവാചകന്മാരാണ് എഴുതിയത്. അപ്പൊ അതിന്റെ കൂട്ടത്തില് പ്രവാചകന്മാരുടെ പുസ്തകത്തിലാണ് അതിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം അത് കഴിഞ്ഞിട്ട് പ്രവാചകന്മാരെന്ന് നാം വിളിക്കുന്ന പ്രവചന ശുശ്രൂഷയ്ക്ക് വിളിച്ചു വേർതിരിച്ച പ്രവാചകന്മാരും പ്രവാചകന്മാരുടെ ലിസ്റ്റിൽ വരും. അത് യെശയ്യാവ്, യിരെമ്യാവ്, എസെക്കിയേല്, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട പ്രവാചകന്മാർ അതിൽ വരും. ദാനിയേൽ അതിൽപ്പെട്ടതല്ല. പിന്നെ വരുന്നത് ഏതൊക്കെയാണെന്നറിയോ? 12 മൈനർ പ്രോഫറ്റ്സ്. ഇതാണ് പ്രവാചകന്മാരെന്ന് യഹൂദന്മാർ വിളിക്കുന്ന പ്രവാചക പുസ്തകം. ഒന്നുകൂടെ ഞാൻ പറയാം. അത് യോശുവായും ന്യായാധിപന്മാരും ശൗമേലും രാജാക്കന്മാരും, യെശയ്യാവും യിരെമ്യാവും എസെക്കിയേലും 12 പ്രവാചകന്മാരുമാണ് പ്രവാചകൻ പുസ്തകമെന്ന് യഹൂദന്മാർ വിളിക്കുകയും അവർ രേഖപ്പെടുത്തിയിരിക്കുന്ന പുസ്തകങ്ങൾ. ഇനി എഴുത്തുകൾ അഥവാ സങ്കീർത്തനങ്ങൾ എന്ന് പറയുന്നിടത്ത് സങ്കീർത്തനം, സദൃശവാക്യം, യോബിന്റെ പുസ്തകം, ഉത്തമഗീതം, രൂത്ത്, വിലാപങ്ങൾ, എസ്തർ, എക്ലീസിയാസ്റ്റിക്, പിന്നെ സഭാപ്രസംഗി, അതാണ് എക്ലീസിയാസ്റ്റിക്, ദാനിയേൽ, പിന്നെ ക്രോണിക്കിൾസ്, എസ്ര, നെഹമ്യാവ്. ഇതാണ് എഴുത്തുകളിൽ വരുന്നത്. അപ്പൊ ഇങ്ങനെ 3 ഓർഡറാണ്. അപ്പോൾ അവസാനത്തെ പുസ്തകം ഏതാ? 2 ദിനവൃത്താന്തം. അതുകൊണ്ടാണ് യേശു പറയുന്നത്, മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായം നിങ്ങൾ എടുത്ത്, അവിടെ യേശു പറയാം 35-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: ആബേൽ മുതൽ സെക്രിയാവ് വരെ ഉള്ള പ്രവാചകന്മാരെ അവൻ പഴയ നിയമത്തിന്റെ ആരംഭം തുടങ്ങി അവസാനം വരെ ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ, നീതിമാനായ ആബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായ ബെരേഖിന്റെ മകനായ സെക്രിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തം എല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകും.
അപ്പോൾ യേശു ക്രിസ്തു എന്താ ചെയ്യുന്നത്? ഒന്നാമത്തെ പുസ്തകമായ ആ ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായത്തിൽ കൊല്ലപ്പെട്ട ആബേലിനെ ആദ്യത്തെ നീതിമാനായി കണ്ടിട്ട് കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ആദ്യമതായതുകൊണ്ട് അത് തുടങ്ങി 2 ദിനവൃത്താന്തം 24-ാം അധ്യായത്തിന്റെ 20-ഉം 21-ഉം അധ്യായങ്ങളിൽ പറഞ്ഞിരിക്കുന്ന സെക്കരിയ, അതുകൂടെ നോക്കാം. 24-ന്റെ 20-ഉം 21-ഉം വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ അവർ അവനെ നേരെ കൂട്ടുകെട്ടുണ്ടാക്കി രാജാവിന്റെ കൽപ്പന പ്രകാരം യഹൂദ ആലയത്തിൽ പ്രാകാരത്തിൽ വെച്ച് അവനെ കല്ലെറിഞ്ഞു. അങ്ങനെ യോവാസ് രാജാവും അവന്റെ അപ്പനായ യഹോദായും തനിക്ക് ചെയ്ത് ദയ ഓർക്കാതെ അവന്റെ മകനെ കൊന്നുകളഞ്ഞു. എന്നാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അത് ആരുടെ മകനാണ്? അവിടെ ഒരു 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 പ്രശ്നമുള്ളത്. യേശു പറഞ്ഞപ്പോൾ അപ്പന്മാരുടെ പേര് ഒക്കുന്നില്ല. ഇത് യഹോദ പുരോഹിതന്റെ മകൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യഹൂദന്മാർക്ക് ഒരു പാരമ്പര്യമുണ്ട്. വല്യപ്പന്റെ പേരിൽ, വല്യപ്പന്റെ പേരിൽ, ഒരുപാട് വല്യപ്പന്മാർ മുകളിലുള്ളവരുടെ പേരിൽ അറിയപ്പെടുന്ന വ്യക്തികളുണ്ടെങ്കിൽ അറിയപ്പെടുക. നമുക്കറിയാം, ജോസഫിനെ ദൂതൻ വിളിക്കുന്നത് ആരുടെ മകനെന്നാണ്? ദാവീദിന്റെ മകനായ ജോസഫ്. അപ്പോൾ വല്യപ്പൻ പേരുള്ള വല്യപ്പന്റെ പേരിൽ വിളിച്ചിട്ട് പറയുകയാണ്, നീ ആരുടെ മകനാണ്? എത്രയോ തലമുറ കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു പതിവ് അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ ബാരക്കിന്റെ മകൻ എന്ന് യേശു ഇവിടെ വിളിച്ചു പറയുന്ന ഉടനെ മത്തായിയുടെ സുവിശേഷം അവിടെ കർത്താവ് എന്തോ പറയുന്നത് നോക്കിക്കേ. 23-ന്റെ 35-ൽ താൻ പറഞ്ഞിരിക്കുന്നത് ബാരാക്കിന്റെ മകൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ശരിയാകുന്നില്ല എന്ന് അനേകർ വാദിക്കുന്നുണ്ട്. ഇനി അതല്ല എങ്കിൽ അതിന്റെ ആ വാദത്തിലല്ല ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അവിടെ യേശു പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. അത് വല്യപ്പന്മാരോ ആരെയും ആകാം. അങ്ങനെയാണ് യഹൂദന്മാരുടെ പാരമ്പര്യം. അവരങ്ങനെ പറയും, അറിയപ്പെടുന്നവരുടെ പേര്. അപ്പോൾ യേശു പറയുന്നത് ആബേൽ തുടങ്ങി അവസാനം ദൈവത്തിന്റെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന അവസാനത്തെ പ്രവാചകനായിരുന്ന സെക്കരിയാവ് വരെയുള്ള നീതിമാന്മാർ എന്ന് പറയുമ്പോൾ ഉൽപ്പത്തി തുടങ്ങി ദിനവൃത്താന്തം വരെ ഉള്ളത് എന്താണ്? താൻ അംഗീകരിച്ചു. മോശയുടെ ന്യായപ്രമാണവും പ്രവാചകന്മാരും പിന്നെ എഴുത്തുകളിലും എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ആദ്യത്തെ 5 ന്യായപ്രമാണ പുസ്തകം, അടുത്തത് പ്രവാചകന്മാർ, യോശുവ, ന്യായാധിപന്മാർ, പിന്നീട് രാജാക്കന്മാർ, ശമൂവേലിന്റെ പുസ്തകം, മേജർ പ്രോഫറ്റ് എന്ന് പറയുന്ന 3 പ്രോഫറ്റ്, എസെക്കിയേൽ, യിരെമ്യാവ്, എസെക്കിയേൽ, 12 പ്രവാചകന്മാർ. ഇങ്ങനെയുള്ളവരെ പ്രവാചകന്മാരെന്നാണ് യഹൂദന്മാർ കണക്കാക്കുന്നത്. ബാക്കിയുള്ള പുസ്തകങ്ങളൊക്കെ എഴുത്തുകൾ. അതിന്റെ അവസാനം 2 ദിനവൃത്താന്തം. നിങ്ങൾക്ക് ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. ഞാനിത് ഒരു ഇൻഫർമേഷന് വേണ്ടി പറയുന്നതേ ഉള്ളൂ. അപ്പോൾ യേശു ക്രിസ്തു പഴയ നിയമത്തെ മുഴുവൻ ഈ 2 പദങ്ങളിൽ ഉൾപ്പെടുത്തി. ഏതില്? ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 44-ൽ പറഞ്ഞിരിക്കുന്ന വാക്യത്തിന്റെ അടിസ്ഥാനത്തിലും മത്തായിയുടെ സുവിശേഷം 23-ന്റെ 35-ൽ പറഞ്ഞിരിക്കുന്ന ആ അർത്ഥത്തിലും പഴയ നിയമത്തെ മുഴുവൻ താൻ എന്തോ ചെയ്തു? ഉൾക്കൊള്ളിച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന അതൊക്കെയും യേശു ക്രിസ്തു വിശ്വസിച്ചു. നാം ഇന്ന് കാണുന്നത് പോലെ അല്ല യേശു ക്രിസ്തു ദൈവവചനത്തെ കണ്ടത്. യേശു ക്രിസ്തു എന്താ പറഞ്ഞു? അതിന്റെ കംപ്ലീറ്റ് അതോറിറ്റി വിശ്വസിച്ചു. ഇവൻ ഏറ്റവും വലിയ ശത്രുവായ പിശാചിനോട് പറഞ്ഞു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു. എവിടെ? അപ്പോൾ പിശാചിന് വാദിക്കാൻ കഴിയാതെ വന്ന വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിന് വിലയുണ്ട് എന്ന്, മോശ എഴുതിയിരിക്കുന്നത് ദൈവവും പിശാചും ഒരുപോലെ സമ്മതിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്നതാണ് കർത്താവ് പറഞ്ഞത്. ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ അതോറിറ്റിയെ, അതിന്റെ പിന്നിലുള്ള അവകാശത്തെ, ബലത്തെ, ശക്തിയെ എന്തോ ചെയ്തു? യേശു അംഗീകരിച്ചിരുന്നു, പിശാചും അംഗീകരിച്ചിരുന്നു. അപ്പോൾ നാം വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലായി പിശാച് ദൈവവചനം വിശ്വസിക്കുന്നു. പിശാച് ദൈവത്തിന് മുൻപിൽ വിറയ്ക്കുന്നു. ദൈവവചനത്തിന് മുൻപിൽ അവൻ ഇറങ്ങിപ്പോകുന്നു. നമുക്കറിയാം, നാം ഓരോരുത്തരും പിശാചിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വേറെ ഒരടവും നടക്കയില്ല. യേശുവിന്റെ നാമത്തിൽ മാത്രമാണ് പിശാച് ഇറങ്ങുന്നത്. നമ്മുടെ മഹിമ കൊണ്ടോ
നമ്മളുടെ സാമർത്ഥ്യം കൊണ്ട് ഒരിക്കലും സംഭവിക്കുന്നില്ല. യേശുവിന്റെ നാമത്തിൽ നാം പറയുമ്പോൾ അത് പുതിയ നിയമത്തിൽ യേശു പറഞ്ഞു, അതുകൊണ്ട് നാം അത് ചെയ്യുന്നു. അതുപോലെയാണ് പിശാച് ദൈവവചനത്തെ മാനിക്കുന്നു എന്നുള്ളതിന്റെ അടയാളമാണ്. പഴയ നിയമത്തിൽ യേശു ദിനവൃത്താന്തത്തിൽ ആവർത്തനത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ എടുത്ത് കോട്ട് ചെയ്ത് പിശാചിനോട് പറയുമ്പോൾ അങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ദൈവവും പിശാചും ഈ എഴുതപ്പെട്ട ന്യായപ്രമാണത്തെ എന്തോ ഇതു അംഗീകരിച്ചു, അതിന്റെ ആധികാരികതയെ ഗ്രഹിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. രണ്ടാമത് യേശുക്രിസ്തു പറഞ്ഞു മത്തായിയുടെ സുവിശേഷത്തിൽ, ന്യായപ്രമാണത്തിൽ നിന്ന് വലിയോ ഉള്ളിയോ എന്ത് ചെയ്യില്ല, ഒഴിഞ്ഞു പോകയില്ല, അത് നിവൃത്തിയാകുകയാണ്. 5:18 മത്തായിയുടെ സുവിശേഷം. യേശു പറഞ്ഞു അത് ഒരിക്കലും മാറിപ്പോകയില്ല. എന്താ പറയുന്നത്? ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകുവോളം, സകലവും നിവൃത്തിയാകുവോളം ന്യായപ്രമാണത്തിൽ നിന്ന് ഒരു വള്ളിയെങ്കിലും ഉള്ളിയെങ്കിലും ഒഴിഞ്ഞു പോകയില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന സത്യങ്ങൾ യാതൊന്നും എന്ത് ചെയ്യില്ല, ഒഴിഞ്ഞു പോകയില്ല. അതിന്റെ അർത്ഥം അത് ഒരിക്കലും നശിക്കുന്നതല്ല എന്നർത്ഥം. സ്വർഗത്തിൽ എന്നേക്ക് സ്ഥിരമായിരിക്കുന്ന ദൈവവചനമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. അപ്പോൾ വേദപുസ്തകത്തിന്റെ ആധികാരികത യേശു വളരെയധികം വിശ്വസിച്ചു. അത് പുതിയ നിയമം അന്ന് ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നത് എന്താണ്? പഴയ നിയമം. മോശ തുടങ്ങി അവസാനത്തെ പുസ്തകം വരെയും യേശു ക്രിസ്തു ഉൾപ്പെടുത്തിയിട്ട് യേശു പറയാണ്, ഇതിൽ നിന്ന് വള്ളിയോ പുള്ളിക്കോ എന്ത് ചെയ്യാൻ പാടില്ല, മാറ്റം വരാൻ പാടില്ല എന്ന് യേശു പറഞ്ഞു. അപ്പോൾ ഓരോരുത്തർ ചോദിക്കും, ന്യായപ്രമാണം എന്നല്ലേ പറഞ്ഞേക്കുന്നത്? യേശു ന്യായപ്രമാണം അല്ലാത്ത സങ്കീർത്തനം യേശു അതുപോലെ ഉപയോഗിക്കുന്നുണ്ട്. നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 35-ാമത്തെ വാക്യത്തിൽ യേശു സങ്കീർത്തനത്തിലുള്ള ഒരു വാക്യം എടുത്തിട്ടാണ് പറയുന്നത്, തിരുവഴുത്തിന് നിവൃത്തി വരണം, ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നീക്കം വരാൻ പാടില്ല. എന്താ അവിടെ 35-ാം വാക്യത്തിലാണ്, ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായവരെ ദേവന്മാരെന്ന് പറഞ്ഞുവെങ്കിൽ തിരുവഴുത്തിന് എന്ത് വന്നുകൂടാ, നീക്കം വന്നുകൂടാ. ഈ വാക്യങ്ങളൊക്കെ നിങ്ങൾ നിർദ്ദിഷ്ടമാക്കണം. ഒരാൾ വന്നിട്ട് ദൈവവചനത്തിന്റെ ആധികാരികതയെ കുറിച്ച് ചോദിക്കുമ്പോൾ നമ്മുടെ ആധികാരികം ആയി പറവാനുള്ളത് യേശുവിന്റെ വാക്കുകളാണ്, യേശുവിന്റെ വിശ്വാസമാണ്, യേശു പഠിപ്പിച്ചതാണ്. യേശു പഠിപ്പിച്ചത് നാം പഠിക്കുമ്പോൾ നമുക്ക് ആരുടെയും മുൻപിൽ ധൈര്യമായി പറവാൻ കഴിയും. കാരണം വേദപുസ്തകത്തെ നിരസിക്കുന്നവരും ആരെ നിരസിക്കുന്നില്ല? യേശുവിനെ നിരസിക്കുന്നില്ല. യേശുവിനെ നിരസിക്കുന്നവർ വേദപുസ്തകത്തെ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും നമുക്കത് പ്രശ്നമല്ല. വേദപുസ്തകം സത്യമാണെന്നും യേശു ദൈവപുത്രനാണെന്നും വിശ്വസിക്കുന്നവർ ദൈവവചനം വിശ്വസിക്കാതെ യേശുവിനെ മാത്രം എടുക്കുമ്പോൾ യേശുവിനെ അബദ്ധം പറ്റി എന്നാണ് അവരെ അറിയാതെ എന്ത് ചെയ്യുന്നത്, സമ്മതിക്കുന്നത്. അതുകൊണ്ട് യേശു ഇവിടെ പറയാണ് 82-ാം സങ്കീർത്തനത്തിൽ ദേവന്മാരെന്ന് മനുഷ്യരെ വിളിച്ചിരിക്കുന്ന ആ സങ്കീർത്തനത്തിന്റെ ഭാഗം കോട്ട് ചെയ്തുകൊണ്ട് യേശു പറയുകയാണ്, എന്ത്, അവൻ മനുഷ്യരെ ദേവന്മാരെന്ന് വിളിച്ചെങ്കിൽ നിങ്ങളെ ഞാൻ ദൈവപുത്രൻ എന്ന് പറയുന്നതിൽ എന്താ ഇത്ര ഭാരപ്പെടുവാൻ? അപ്പോൾ വേദപുസ്തകത്തിൽ തിരുവഴുത്തെഴുതിയവർ അതിനേക്കാൾ വലിയ കാര്യം ദൈവമക്കളെ വിളിച്ചിട്ടുണ്ട് എന്നാണ് യേശു പറയുന്നത്. അതുകൊണ്ട് തിരുവഴുത്തിന് എന്ത് വന്നുകൂടാ, നീക്കം വന്നുകൂടാ. അപ്പോൾ അത് സംഭവിച്ചേ മതിയാകുള്ളൂ എന്ന് യേശു ക്രിസ്തു വിശ്വസിച്ചു. അപ്പോൾ ആ സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുമ്പോൾ അത് കൂട്ടിച്ചേർത്തതിനെ വേദപുസ്തകമായി ആര് കണക്കാക്കി? യേശു കണക്കാക്കി. ആ സങ്കീർത്തനം ആരോ എഴുതിയതാണ്. ആ സങ്കീർത്തനത്തെ ദൈവവചനമായി യേശു കണക്കാക്കിയത് കൊണ്ടാണല്ലോ ആ സങ്കീർത്തനം എന്തായിട്ട് പറയുന്നത്, തിരുവഴുത്തായിട്ട് പറയുന്നത്. അപ്പോൾ യേശു ഒരു കാര്യം കൂടെ പറയാണ്. യേശു എന്താണ് അവിടെ പറയുന്നത്? തിരുവഴുത്തെന്നാണ്. തിരുവഴുത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിരുവഴുത്ത് അതിന്റെ അർത്ഥം എന്തായിരിക്കും? തിരുമേനി, തിരുവഴുത്ത്, തിരുവുള്ളം എന്നൊക്കെ പറയുന്നത് ആരെയാ? മഹാദൈവത്തെ. അപ്പൊ ദൈവത്തിന്റെ എഴുത്താണെന്ന് യേശു അടിവരയിടുകയാണ്. ഏത് സങ്കീർത്തനം? അത് ദാവീദ് എഴുതിയാലും അത് മോശ എഴുതിയാലും അത് ആസാഫ് എഴുതിയാലും ദൈവവചനത്തിൽ ഉൾപ്പെട്ട ഒരു വാക്യം എടുത്തിട്ട് യേശു പറയാണ്, ഇത് അവരല്ല എഴുതിയത്. പത്രോസിന്റെ അതേ വ്യൂ. പൗലോസ് പറയുന്നത് പോലെ എല്ലാ തിരുവഴുത്തും ദൈവനിശ്വാസികൾ എന്ന് പറഞ്ഞാൽ ദൈവം ഊതിയതാണെന്ന്, ദൈവം പറഞ്ഞതാണെന്ന്, ദൈവം അംഗീകരിച്ചതാണെന്ന്, ദൈവം അതിന്റെ അടിയിൽ ഒപ്പിട്ടു എന്ന്. എന്താ അതിന്റെ അർത്ഥം? അപ്പോൾ യേശു പറയുകയാണ്, അത് ആധികാരികതയുള്ളതാണ്, തിരുവചനമാണ്, ദൈവത്തിന്റെ വചനമാണ് എന്ന് സങ്കീർത്തനത്തെയും
യേശു അംഗീകരിച്ചു. അതുകൂടാതെ യേശു ക്രിസ്തു എപ്പോഴും മനുഷ്യർ ഉപദേശം തെറ്റിക്കുന്ന ഉടനെ ഉപദേശത്തെ കുറിച്ച് അവർക്ക് അറിയാൻ വയ്യാത്തത് കൊണ്ടാണെന്ന് യേശു പറഞ്ഞു. വേദപുസ്തകത്തിൽ എഴുതാത്തത് കൊണ്ടല്ല, അവരതിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി കൊണ്ട് കുഴപ്പമാണെന്ന് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം നോക്കിക്കേ. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യത്തിൽ താൻ ഒരു രണ്ടുപേര് തമ്മിൽ അഥവാ സദൂക്യരുമായി സംസാരിക്കുമ്പോൾ പറയുന്ന വാക്ക് ശ്രദ്ധിക്കൂ. അവർ വന്ന് ഒരു സ്ത്രീക്ക് 7 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അതിൽ ആരുടെ ഭാര്യ ആയിരിക്കും പുനരുത്ഥാനത്തിൽ നിന്ന് ചോദിച്ചപ്പോൾ യേശു ഉത്തരം പറഞ്ഞത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായ്മ കൊണ്ട് തെറ്റിപ്പോകുന്നു. പുനരുത്ഥാനത്തിൽ അവർ വിവാഹം കഴിക്കുന്നില്ല, വിവാഹത്തിന് കൊടുക്കുന്നതുമില്ല, സ്വർഗത്തിലെ ദൂതന്മാരെ പോലെയാകും. മരിച്ചവരുടെ പുനരുത്ഥാനത്തെ കുറിച്ച് ദൈവം അരുളി ചെയ്യുന്നത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഞാൻ അബ്രഹാമിന്റെയും ദൈവവും ഇസാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമാകുന്നു എന്ന് അരുളി ചെയ്തു. മരിച്ചവരുടെ ദൈവമല്ല, ജീവനുകളുടെ ദൈവം അത്രേ. അപ്പൊ അവിടുത്തെ ഗ്രാമർ പോലും ആര് കണക്കാക്കുന്നു? നോക്കിയ ഗ്രാമറാണ് അവിടെ ഒരു യേശു വാദിക്കുന്നത്, വേറെ ഒന്നുമല്ല. അവൻ ജീവിച്ചിരിക്കുന്നവരുടെ ദൈവമായിട്ടാണ് അവിടെ പ്രസന്റ് ചെയ്യുന്നത്. അബ്രഹാമിന്റെ ദൈവമായിരുന്നു എന്നല്ല, അങ്ങനെയാണ് ഫാസ്റ്റ് ടെൻസ് ആണ്. അപ്പോൾ ഗ്രാമർ പോലും എന്ത് ചെയ്യുന്നു? യേശു അംഗീകരിക്കുന്നു എന്നർത്ഥം. കൺസ്ട്രക്ഷൻ, അതിന്റെ സിൻറ്റാറ്റിക്, അതിന്റെ ഓരോ കാര്യങ്ങളും യേശു അംഗീകരിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ കുഴപ്പം പറ്റുന്നത് ദൈവോചനത്തിനല്ല, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന്, നിങ്ങളുടെ ഇന്റർപ്രിട്ടേഷന് ആണ് വ്യത്യാസം വരുന്നതെന്ന് യേശു അരുളി ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നോക്കണം, വള്ളിയോ പുള്ളിയോ എന്ന് പറയുന്നത് യോധെന്ന് പറയുന്ന ഒരു കൊച്ചക്ഷരം, ഒരു കുത്ത് പോലെയുള്ളൂ, നമ്മുടെ കോമ പോലെയുള്ള യോധൻ, അതാണ് ഹീബ്രുവിലെ അക്ഷരം, അതാ യേശു ഉപയോഗിച്ചത്. അതുപോലും മാറിപ്പോയില്ലെന്നാ പറഞ്ഞത്. ഒരു കൊച്ചക്ഷരം പോലും, അതാ ഏറ്റവും ചെറിയ അക്ഷരം, നമ്മൾ കോമ ഇടുന്ന എത്രയേ ഉള്ളൂ യോധ, അതുപോലും മാറിപ്പോകത്തില്ല. ഇവിടെ പറയുന്നു ഗ്രാമർ വരെ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ ദൈവജനത്തിന്റെ ആധികാരികതയെ കുറിച്ച് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. യേശു അപ്പോൾ അതിന്റെ പിന്നിലുള്ള അർത്ഥം നിങ്ങൾ തെറ്റിക്കുന്നത് നിങ്ങൾക്ക് ദൈവവചനം അറിയാൻ വയ്യാത്തത് കൊണ്ട്, ഇന്റർപ്രറ്റ് ചെയ്യുന്ന രീതി തെറ്റിപ്പോകുന്നത് കൊണ്ട്. അതുമാത്രമല്ല, യേശു പറഞ്ഞത് സത്യമാണ്, ദൈവവചനം സത്യമാണെന്ന് യേശു പറഞ്ഞു. നോക്കിയ പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യത്തിൽ താൻ അവസാനമായി മധ്യസ്ഥ പ്രാർത്ഥന ചെയ്യുന്ന ആ പ്രാർത്ഥന വളരെ ഫേമസ് ആണല്ലോ. അവിടെ വെച്ച് യേശു പറയുകയാണ്, എന്ത്? സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകുന്നു. കർത്താവ് അതിന്റെ ആധികാരികത മാത്രമല്ല, കൂട്ടിച്ചേർത്ത പുസ്തകങ്ങളുടെ ആ കാനോനിസിറ്റി മാത്രമല്ല, പിന്നെ പറഞ്ഞിരിക്കുക നിന്റെ വചനം എന്താണ്? സത്യമാണ്. നിന്റെ വചനത്താൽ അവരെ വിശുദ്ധീകരിക്കണം. അത് അന്നുവരെയുള്ള ദൈവവചനത്തെ കർത്താവ് കണ്ടുകൊണ്ട് പറയുകയാണ്, നിന്റെ വചനം സത്യമാണ്. അപ്പോൾ അതിന്റെ പിന്നിലുള്ള അർത്ഥം, ഗ്രാമർ, വാക്കുകൾ, അത് മാത്രമല്ല അതിൽ അടങ്ങിയിരിക്കുന്ന സത്യം മുഴുവൻ കർത്താവ് അംഗീകരിച്ചു. പിന്നെയുള്ള ഏറ്റവും വലിയ പ്രോബ്ലം, ഇന്നത്തെ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക്, പ്രത്യേകിച്ച് യൗവനക്കാർക്കുള്ള വലിയ പ്രോബ്ലം, ഭൂമി സൃഷ്ടിച്ചത് ആരാ? അത് യാദൃശ്യം ഉണ്ടായതാണോ? വലിയ ശബ്ദത്താൽ ഉളവായതാണോ? ദൈവം സൃഷ്ടിച്ചതാണോ? യേശു എന്തോ വിശ്വസിച്ചു? മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം നമുക്ക് വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ യേശു അരുളി ചെയ്യുന്നത് നോക്കൂ. എന്താണെന്നറിയാമോ? ആ നാളുകൾ ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ ഇന്നുവരെ സംഭവിച്ചിട്ടില്ലാത്തതും ഇനിമേൽ സംഭവിക്കാത്തതും ആയ കഷ്ടകാലം വരും. അപ്പോൾ യേശു എന്താ പറഞ്ഞു? ദൈവം സൃഷ്ടിച്ച സൃഷ്ടിയുടെ ആരംഭം മുതൽ. അപ്പോൾ ദൈവം സൃഷ്ടിച്ചു എന്ന് ആര് അംഗീകരിച്ചു? യേശു അംഗീകരിച്ചു. ദൈവം എന്താ ചെയ്തു? സകലത്തെയും സൃഷ്ടിച്ചു. അത് കർത്താവിന്റെ വാദത്തിൽ ആർക്കെങ്കിലും എതിരുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാവൂ? ഇന്നത്തെ വാദങ്ങളും പ്രതിവാദങ്ങളും നമ്മുടെ ഹൃദയത്തിൽ കയറേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കർത്താവ് പോഷനായിരുന്നു, താനും അബദ്ധം പറഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. യേശു സത്യവാനും സകല ജ്ഞാനിയും ദൈവവും നമ്മുടെ നാഥനും ആണെങ്കിൽ അവൻ അബദ്ധം വെക്കാൻ പാടില്ല. അവൻ മനുഷ്യനല്ല, പോഷിക്കുവാൻ, മാറുവാൻ
അബദ്ധം പറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവം പോലും വേദപുസ്തകത്തിൽ ഇല്ലാതിരിക്കെ വേദപുസ്തകം വളരെ ശക്തിയുക്തം പറയുന്നു. എന്ത്? യേശു അംഗീകരിച്ചു ദൈവമാണ് സകലത്തെയും ആരംഭത്തിൽ സൃഷ്ടിച്ചത്. പിന്നെ രണ്ടാമത്തെ ഒരു പ്രശ്നം എന്താ? മനുഷ്യൻ എന്തിൽ നിന്ന് വന്ന് പരിണാമം കൊണ്ട് വന്നതാണ്. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ്. അതിന് യേശു എന്താ പറഞ്ഞു നോക്കാം. മത്തായിയുടെ സുവിശേഷത്തിൽ 19-ാം അധ്യായത്തിൽ അവിടെ വിവാഹത്തെ കുറിച്ച്, വിവാഹമോചനത്തെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന്റെ 4-ാം വാക്യം, അതിനെ സൃഷ്ടിച്ചവൻ ആദിയിൽ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. എന്താ? സൃഷ്ടിച്ചവൻ. അപ്പൊ ആരാണ്? ഒരു സൃഷ്ടിതാവ്. അവൻ സൃഷ്ടിച്ചപ്പോൾ അവരെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചു. അപ്പോൾ സർവ്വലോകത്തെയും ദൈവം സൃഷ്ടിച്ചു എന്ന് യേശു പറഞ്ഞു വിടുക മാത്രമല്ല, മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു എന്ന് യേശു വിശ്വസിക്കുകയും യേശു പഠിപ്പിക്കുകയും ചെയ്തു. അത് കൂടാതെ പിന്നെ ഏറ്റവും വലിയൊരു പ്രോബ്ലം വേദപുസ്തകത്തിൽ എന്താണെന്നറിയോ? യോനയുടെ സംഭവം. യോനയുടെ സംഭവം അത് നടക്കില്ലെന്നാണ് മിക്ക മനുഷ്യരും ക്രിസ്ത്യാനികളും വിശ്വസിക്കുക. അതൊരു ഉപമ പോലെ, ഒരു ഉദാഹരണം നാം പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ യേശു പറഞ്ഞതെന്നാണ് ഇന്നത്തെ സ്കോളേഴ്സ് നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത്. മീന്റെ വയറ്റിൽ 3 ദിവസം കടന്നു എന്നുള്ളത് സംഭവികമല്ല. യേശു നമ്മളൊക്കെ കഥ പറഞ്ഞല്ലോ, അതുപോലെ കഥ പറഞ്ഞതാണെന്നാണ് ജനങ്ങൾ വിശ്വസിക്കുന്നത്. പക്ഷെ യേശു അങ്ങനെയാണോ വിശ്വസിച്ചത്? അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് മറ്റുള്ളവർ പറയുമ്പോൾ യേശു അങ്ങനെയല്ല വിശ്വസിച്ചത്. യേശു പറഞ്ഞു, നോഹ മീന്റെ വയറ്റിൽ 3 രാവും 3 പകലും യോന ഇരുന്നത് പോലെ എന്ത് ചെയ്യും? മനുഷ്യപുത്രനും അങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞു. നോക്കിക്കേ, 12:40 മത്തായിയുടെ സുവിശേഷം 12:40 യേശു അത് വളരെ വ്യക്തമാക്കി പറഞ്ഞിട്ടുണ്ട്. യോന കടലാനയുടെ വയറ്റിൽ 3 രാവും 3 പകലും ഇരുന്നത് പോലെ മനുഷ്യപുത്രൻ 3 രാവും 3 പകലും ഭൂമിയുടെ ഉള്ളിൽ ഇരിക്കും. അപ്പോൾ യേശു എന്തല്ല പറഞ്ഞത്? ഒരു കഥ പോലോ ഉപമ പോലോ ഉള്ളതൊന്നാണെങ്കിൽ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ വളരെ വ്യക്തമായി യേശു വിശ്വസിച്ചു യോന എന്ന് പറയുന്ന വ്യക്തി ആരാണ്? ഒരു ഹിസ്റ്റോറിക്കൽ ക്യാരക്ടറാണെന്നും തനിക്ക് സംഭവിച്ചത് യാഥാർത്ഥ്യമാണെന്നും അതുപോലെ ഞാനും ഭൂമിയുടെ അടിയിൽ ഇരിക്കുമെന്നും യേശു വെളിപ്പെടുത്തി. അപ്പോൾ ഞാൻ ഈ എടുത്തു പറയുന്നത് ഇന്നത്തെ ലോകത്തിൽ വിശ്വസിക്കാത്തതും മനുഷ്യർ അംഗീകരിക്കാത്തതുമായ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ നോഹയുടെ പ്രളയം, അതാണ് പിന്നത്തെ പ്രശ്നം. ലോകം മുഴുവൻ ഉണ്ടായി എന്ന് പറയപ്പെടുന്ന ഈ നോഹയുടെ പ്രളയം ഉണ്ടായോ ഇല്ലയോ എന്ന് യേശു വിശ്വസിച്ചോ? നോക്കിക്കേ, 24-ാം അധ്യായം മത്തായിയുടെ പുസ്തകം, മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്നത് ശ്രദ്ധിക്കൂ. നോഹയുടെ കാലം പോലെ തന്നെ മനുഷ്യപുത്രന്റെ വരവാകും. ജലപ്രളയത്തിന് മുമ്പുള്ള കാലത്ത് നോഹ പെട്ടകത്തിൽ കയറിയ നാൾ വരെ അവർ തിന്നും കുടിച്ചും വിവാഹം കഴിച്ചും വിവാഹത്തിന് കൊടുത്തും പോന്നു. ജലപ്രളയം വന്ന് എല്ലാവരെയും നീക്കിക്കളയുമോ? അപ്പൊ അവിടെ എന്താ ഉൾപ്പെടുന്നത്? നോഹയുടെ കാലത്ത് ജലപ്രളയം ഉണ്ടായി, എല്ലാവരും സാധാരണക്കാരെ പോലെ ജീവിച്ചു. നോഹയുടെ കുടുംബം ഒഴിച്ച് ബാക്കി എല്ലാവരെയും എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു എന്ന് യേശു വിശ്വസിച്ചു. അതൊരു കഥയല്ല, അതൊരു മിഥല്ല, അത് മറ്റുള്ളവർ പറഞ്ഞ് വെച്ചിരിക്കുന്നത് വേദപുസ്തകത്തിൽ എഡിറ്റേഴ്സ്, ബാക്കിയുള്ള മതക്കാരും ബാക്കിയുള്ള സംസ്കാരവും എഴുതി വെച്ചിരിക്കുന്നത് കൊണ്ട് അവരുടേതായ എബ്രായരുടെ ഭാഷയിൽ ഒരു കഥ രൂപീകരിച്ച് എഴുതിയതാണെന്നുള്ള ആ ചിന്താഗതിയെ യേശു നിഷേധിക്കുകയാണ്. അപ്പോൾ ഇന്ന് ജനങ്ങൾ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും ഏതിനെയെല്ലാം തിരസ്കരിച്ചോ അതിനെയെല്ലാം യേശു അംഗീകരിക്കുന്നു എന്നാണ് ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. പിന്നെ അടുത്ത ഏറ്റവും വലിയ പ്രോബ്ലമുള്ള പുസ്തകം പഴയ നിയമത്തിൽ ദാനിയേലിന്റെ പുസ്തകമാണ്. ദാനിയേലിന്റെ പുസ്തകത്തിലെ പ്രശ്നം, ദാനിയേൽ ജീവിച്ചിരുന്നത് നെബൂഖദ്നേസറിന്റെ കാലത്താണ്. അത് കഴിഞ്ഞിട്ട് 4 വലിയ രാജ്യങ്ങൾ ഉണ്ടായി എന്ന് ദാനിയേൽ പ്രവചിക്കുകയാണ്. അത് മാത്രമല്ല, തന്റെ സ്വപ്നം വ്യാഖ്യാനിക്കുകയും ചെയ്യും. ദാനിയേലിന് ദർശനം കിട്ടുന്നു, സ്വപ്നവും വ്യാഖ്യാനിക്കുന്നു. ഇത്ര അച്ചട്ടായി എങ്ങനെ പ്രവചിക്കുവാൻ കഴിയും? ഇതാണ് ഇന്നത്തെ ലോകത്തിന്റെ പ്രശ്നം. അതുകൊണ്ട് ദാനിയേൽ എന്ന് പറയുന്ന പുസ്തകം ആരോ ദാനിയേൽ എന്ന പേര് 2-ാം നൂറ്റാണ്ടിൽ എഴുതിയതാണ്. ഇതാണ് ഇന്നത്തെ വാദം. അപ്പോൾ യേശു എന്തോ യേശു പറഞ്ഞു, നോക്കൂ, ദാനിയേലിന്റെ
ആ കാര്യത്തെക്കുറിച്ച്, പുസ്തകത്തെക്കുറിച്ച് യേശു വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. 24-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം, മത്തായിയുടെ സുവിശേഷം. വീണ്ടും അവിടെ കർത്താവ് പറയാണ്, എന്താ ദാനിയേൽ പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തതുപോലെ. അപ്പോൾ ആരെഴുതി ഇത്? 2-ാം നൂറ്റാണ്ടിൽ പറയുന്ന പ്രവാചകനല്ല, വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ദാനിയേൽ. അങ്ങനെയുള്ള ദാനിയേലിനെ അറിയത്തുള്ളൂ. വേദപുസ്തകത്തിന് പറഞ്ഞിരിക്കുന്നത് പോലെ ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അതെവിടാ പറഞ്ഞിരിക്കുന്നത്? ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. അതുകൊണ്ടാണ് പറഞ്ഞ അതേ ദാനിയേലാണ്. 2-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ദാനിയേലല്ല, അറിയപ്പെടുന്ന ദാനിയേൽ. പുസ്തകം എഴുതി എന്ന് ട്രഡീഷണൽ ഹീബ്രൂസ് വിശ്വസിക്കുന്ന ദാനിയേൽ 12-11 ആണ് ആ കോട്ടുള്ളത്. അത് കർത്താവ് കോട്ട് ചെയ്തുകൊണ്ട് ആണ് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിരന്തര ഹോമയാഗം നിർത്തലാക്കി ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബം പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ. അപ്പോൾ അബോമിനേഷൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. എന്ത്? മ്ലേച്ഛ വിഗ്രഹം. അപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞത് ആരാണ്? ഇനിയും അതിന്റെ 11:31 അവിടെയും നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, അവൻ അയച്ച സൈന്യങ്ങൾ അണിനിരന്ന് വിശുദ്ധ മന്ദിരമായ കോട്ടയെ അശുദ്ധമാക്കി നിരന്തര ഹോമം യാഗം നൃത്തം ചെയ്ത് ശൂന്യമാക്കുന്ന മ്ലേച്ഛ ബിംബത്തെ അവിടെ എന്തോ ചെയ്യും? സ്ഥാപിക്കും. അപ്പോൾ ഈ രണ്ടിടത്തും യേശു പറയാണ് ശൂന്യമാക്കുന്ന മ്ലേച്ഛത. അത് ദാനിയേലിന്റെ പുസ്തകത്തിൽ 11-ലും 12-ലുമാണ് പറഞ്ഞിരിക്കുന്നത്. അതിനെ കർത്താവ് അതുപോലെ അംഗീകരിച്ചു. ദാനിയേലിന്റെ പ്രവാചകനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് സത്യമാണ്. അതുപോലെ ഇനിയും സംഭവിക്കും. ഇങ്ങനെ പലതും മാത്രമല്ല, ലോത്തിന്റെ ഭാര്യയെ കുറിച്ച് ഉള്ളത് ഒരു തമാശ പോലെയാണ് ജനങ്ങൾക്ക് തോന്നുന്നത്. എന്താ? അവൾ ആരായി മാറി? ഉപ്പ് തിന്നാൻ. അപ്പോൾ സ്വാഭാവികമായ കാര്യങ്ങളല്ല ഞാൻ പരാമർശിക്കുന്നത്. വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും മറ്റുള്ളവർ വിശ്വസിക്കാത്തതും വാദിക്കുന്നതുമായ കാര്യം യേശു പറഞ്ഞു. എന്തേ? അതെ, സത്യമാണെന്ന് യേശു പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ യേശു പറയുകയാണ്, നിങ്ങളെ ഓർക്കേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ. ആരെയാണ് ഓർക്കേണ്ടത്? ലോത്തിന്റെ ഭാര്യ. വേറെ ആരുടെയും ഭാര്യമാരെ ഓർക്കാനല്ല, ഒരേ ഒരു വ്യക്തി, അവളെ ഒരു ഓർമ്മസ്തംഭമായി നിർത്തിയാണ് യേശു. അത് പറഞ്ഞത് 17-ാം അധ്യായത്തിന്റെ 28 മുതൽ ഉള്ള വാക്യങ്ങളിലാണ്. ലോത്തിന്റെ കാലത്ത് സംഭവിച്ചതുപോലെ തന്നെ അവർ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും പോന്നു. എന്നാൽ ലോത്ത് സോതവും വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധവും പെയ്തു, എല്ലാവരെയും മുടിച്ചു കളഞ്ഞു. അപ്പോൾ അതിന്റെ 32 ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളി. അപ്പോൾ എന്താണ് യേശു സമ്മതിക്കുന്നത്? ലോത്തിന്റെ ഭാര്യ ഉപ്പുതൂണെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർമ്മയായിട്ടെടുക്കും. ആകാശത്ത് നിന്ന് ഗന്ധവും തീയും ഇറങ്ങി സോദം ഗോമറ നശിച്ചു എന്ന് യേശു വിശ്വസിച്ചു. ഇന്നത്തെ അനേകർക്ക് ബുദ്ധിമുട്ടാണ് അത് വിശ്വസിക്കുവാൻ. പക്ഷെ യേശു അത് വിശ്വസിച്ചു. ലോകത്തിൽ ഏറ്റവും അധികം പ്രശ്നമുള്ള ഒരു സ്ഥലമാണ്. കാരണം മറ്റുള്ള ഭൂമിയെ പോലെയല്ല, അതിനകത്ത് ഉപ്പ് വളരെ കൂടുതലാണ്. ലോകത്തിൽ വേറൊരു വെള്ളവുമില്ല, മനുഷ്യരിറങ്ങിയാൽ മുകളിൽ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തോ സംഭവിച്ച, എന്തോ ലോകത്തിൽ സാധാരണ ഇല്ലാത്ത ഒരു സംഗതി. അതെങ്ങനെയാണ് എന്ന് യേശു ഇവിടെ പറയാണ്. തീയും ഗന്ധവും അവിടേക്ക് ഇറങ്ങി. അതാണ് അതിന്റെ അർത്ഥം. ഇന്നുള്ളത് അത് യാഥാർത്ഥ്യമാണെന്ന് യേശു അംഗീകരിച്ചു. അപ്പോൾ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുള്ള വേദപുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ യേശു തമ്പുരാൻ എന്തോ ചെയ്യാണ്? അത് പൂർണ്ണമായി അംഗീകരിച്ചു. ഇനി യേശു ക്രിസ്തു എന്തോ ചെയ്തെന്നറിയോ? വേദപുസ്തകം നന്നായി പഠിച്ചു. എന്തുകൊണ്ടാണ് വേദപുസ്തകം നന്നായി പഠിക്കുന്നത്? എന്തിനാ പഠിക്കുന്നത്? നോക്കിക്കേ, യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യേശുവിനെ നോക്കിയിട്ട് ആൾക്കാർ പറയുന്ന ഒരു വാചകം എന്താണ്? പെരുന്നാൾ കഴിഞ്ഞ് യേശു ദേവാലയത്തിൽ ചെന്ന് ഉപദേശിച്ചു, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയുന്നത് എങ്ങനെ എന്ന് യഹൂദന്മാർ പറഞ്ഞു, ആശ്ചര്യപ്പെട്ടു. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, എന്റെ ഉപദേശം എന്റേതല്ല, എന്നെ അയച്ചവന്റേതത്ര. എന്താ? അപ്പോൾ യേശു വളരെ വ്യക്തമായി, ഇവർക്കെല്ലാം ദൈവവചനം അറിയാം. ആകെ ഈ യെരുശലേമിലുള്ള യഹൂദന്മാർക്ക് അവരെല്ലാവരും പഠിക്കും. ബാക്കിയുള്ള യഹൂദന്മാരെ പോലല്ല. യെരുശലേമിന് ചുറ്റും പാർക്കുന്ന യഹൂദന്മാരെ എപ്പോഴും യഹൂദന്മാരെന്നാണ് യോഹന്നാൻ പറയുന്നത്. ബാക്കിയുള്ളവരെ യഹൂദന്മാരെന്നല്ല.
കാരണം അവരാ മാത്രമാണ് റിയൽ യഹൂദന്മാരെന്ന് അവര് അവകാശപ്പെടുന്നത്. കാരണം ദേവാലയമുണ്ട്, അവർക്ക് അവിടെ ശാസ്ത്രിമാരുണ്ട്, അവർക്ക് എല്ലാ വചനവും നിപുണമായി അറിയാം. അപ്പോൾ അവര് പറയുകയാണ്, എന്താ ഇവനെ അറിയാത്തവൻ എങ്ങനെയാ ദൈവവചനം അറിയുന്നത്? നോക്കിക്കില്ല വാക്യം, അത് നോക്കിയാലേ അറിയത്തുള്ളൂ. അവൻ ദേവാലയത്തിൽ ഉപദേശിച്ചു, വിദ്യാഭ്യാസം ചെയ്യാത്ത ഇവൻ ശാസ്ത്രം അറിയും. ശാസ്ത്രം എന്ന് പറയുന്നത് എന്താ? ദൈവവചനം. അവര് ശാസ്ത്രം എന്ന് പറയുന്നത്, ശാസ്ത്രിമാരെന്ന് പറഞ്ഞാൽ ദൈവവചനത്തിൽ നിപുണന്മാരെയാണ് ശാസ്ത്രിമാരെന്ന് പറഞ്ഞത്. അതിൽ എക്സ്പെർട്ട് ആയവരെ എന്ത് പറയത്തുള്ളൂ? ശാസ്ത്രീയ റബിയെന്ന്. അപ്പോൾ യേശു ശാസ്ത്രം അറിയുന്നവനായിരുന്നു. അതിന്റെ അർത്ഥം എന്താ? നമ്മളിൽ എത്ര പേർക്കറിയാം ഇത്രയൊക്കെ നാളായിട്ടും എവിടെയാ യേശു ക്രിസ്തുവിനെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞതെന്ന്? നമുക്ക് എത്ര പേർക്ക് എന്തെല്ലാം അറിയാം? എന്നാൽ യേശു ദേവാലയത്തിലേക്ക് വന്ന് ഈ വലിയ തുകലിന്റെ പുസ്തകം മറിച്ച് 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 എവിടെത്തി? 40-ലല്ല, എവിടാ കേട്ടോ? 61. വായിച്ചിട്ട് പറയുകയാണ്, ഇത് എന്നെ കുറിച്ച് എഴുതിയിരിക്കുകയാണ്. ഇത് ഇന്നത്തെ പുസ്തകം പോലെ ഇങ്ങനെ മറിക്കുന്നതല്ല. ഒന്നുകിൽ ഒരു പേജ് തുകലുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കുന്ന ഉടനെ കോഡക്സ് ആണെങ്കിൽ ഒന്നിൽ നമ്മുടെ ഒരു മുളത്തിന്റെ വലിപ്പം വരും, ഒരു ഒരെണ്ണം. അതിങ്ങനെ മറിച്ച് മറിച്ച് എത്ര എണ്ണം വരും അവിടെ എത്താനായിട്ട്? അത് പല തട്ടുകളാക്കി അടുക്കി വെച്ചിരിക്കുകയായിരിക്കും. അത് താൻ കണ്ടു. അപ്പോ യേശുവിനെ അറിയാമായിരുന്നു ഇവിടെയെല്ലാം എന്തെല്ലാമാണ് പറഞ്ഞിരിക്കുന്നത്. അത് യെശയ്യാവ് വലിയ പുസ്തകം. യെരമ്യാവിൽ പറഞ്ഞിരിക്കുന്നു, എന്റെ ആലയം എന്തായും പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും. അത് യേശുവിനെ അറിയാമായി. അപ്പോൾ ഇതെല്ലാം ഒരു സാധാരണക്കാരന് സ്വപ്നത്തിൽ കാണാൻ പറ്റുകയില്ല. കാരണം അവന് വേറെ പുസ്തകം ഇല്ല. പിന്നെ എവിടെ ചെന്ന് പഠിക്കണം? സിനഗോഗിൽ ചെല്ലണം, അവിടെ വരണം, വല്ലതും കാണും. അപ്പോൾ അവിടെ ഇരുന്ന യേശു വ്യക്തമാക്കി ആര് പറഞ്ഞിരിക്കുന്നു. ആബേലിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, സെക്കറിയാവിന്റെ ഇവിടെ പറഞ്ഞിരിക്കുന്നു, ദേവാലയത്തെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു, തന്നെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നു. എന്നെ അറിയാമെന്ന് ജനങ്ങൾ സമ്മതിച്ചു. അതുകൊണ്ടാണ് പറഞ്ഞത് ഇവനിങ്ങനെ ശാസ്ത്രം പറയുന്നത്. ദൈവവചനം അറിയുന്നത് എങ്ങനെയാണെന്ന് അവരതിശയിക്കുകയാണ്. അപ്പോൾ യേശു അത് ഹൃദിസ്ഥമാക്കണമെങ്കിൽ, എന്റെ പോയിന്റ് ഇത്രയേ ഉള്ളൂ, ഹൃദിസ്ഥമാക്കണമെങ്കിൽ നന്നായി അതിന് വില കൊടുത്താലേ സാധിക്കും. നമ്മൾ പഠിക്കുന്നത് പ്രാധാന്യമുള്ളത്. അപ്പോൾ യേശുവിന് പ്രാധാന്യമുള്ളത് അവൻ പഠിച്ചിരുന്നു, അവനറിയാമായി. അപ്പോൾ ദൈവവചനം ആണെന്ന് അംഗീകരിക്കുക മാത്രമല്ല, അത് യേശു നന്നായി പഠിച്ചിരുന്നു. അതുകൂടാതെ യേശു ക്രിസ്തു ദൈവവചനത്തിന് വിരോധമായി ആൾക്കാർ ചെയ്തപ്പോൾ അതിനെ ഖണ്ഡിച്ചു. കാരണം മത്തായിയുടെ സുവിശേഷത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും അവർ അപ്പനെയും അമ്മയും ബഹുമാനിക്കേണ്ടതിന് പകരം എന്തോ ചെയ്തു? അവർ ഖുർബാൻ എന്ന് പറഞ്ഞ് ഒരു ലംസം എമൗണ്ട് കൊണ്ട് ദേവാലയത്തിൽ കൊടുത്താൽ പിന്നെ ദൈവം നോക്കിക്കണം അവരുടെ കാര്യമെന്നാണ്. ഞങ്ങള് അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ട കാര്യം ദേവാലയത്തിൽ കൊടുത്തു. ഇനി ആര് നോക്കിക്കണം? ദൈവം അവരുടെ കാര്യം നോക്കണം എന്ന് അവരൊരു ആചാരം ഡെവലപ്പ് ചെയ്ത് എടുത്തു. ആ ആചാരത്തിൽ എന്തു ചെയ്തു? അവർ ജീവിച്ച് അവരുടെ കാര്യം നോക്കി ജീവിക്കുമ്പോൾ യേശു പറയുകയാണ്, നിങ്ങൾ നിങ്ങളുടെ സമ്പ്രദായം മൂലം എന്തോ ചെയ്യുന്നു? ദൈവവചനം ദുർബലമാക്കി. നോക്കിയോ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായത്തിലും മർക്കോസിന്റെ സുവിശേഷത്തിലും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 15-ാം അധ്യായത്തിൽ നമുക്ക് നോക്കാം. അവിടെ യേശു അത് തിരുവചനം ഏത് സമയത്തും അത് നോക്കണം, പാലിക്കണം എന്ന് കർത്താവ് വിശ്വസിച്ചിരുന്നു. 6-ാം വാക്യം 15-ന്റെ അപ്പനെ ബഹുമാനിക്കേണ്ട എന്ന് പറഞ്ഞ് ഇങ്ങനെ നിങ്ങളുടെ സമ്പ്രദായത്താൽ നിങ്ങൾ ദൈവവചനത്തെ ദുർബലമാക്കിയിരിക്കുന്നു. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? യേശു പറയുകയാണ്, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് നിങ്ങൾ എന്തോ ചെയ്യണം? പാലിക്കണം. നിങ്ങളുടെ നീതിമാന്മാരായ ശാസ്ത്രിമാർക്കോ പരീശന്മാർക്കോ ശ്രേഷ്ഠന്മാർക്കോ അത് തിരുത്തി അതിന് വിരോധമായി ഒരു സമ്പ്രദായം ഉണ്ടാക്കിയാലും യേശുവിന്റെ മുൻപിൽ അതിന് എന്തേ വിലയുള്ളൂ? 0 മാർക്ക്. അപ്പോൾ യേശു ക്രിസ്തു വേദപുസ്തകത്തിന് അടിസ്ഥാനമായി ഉപദേശം ഉണ്ടാക്കണമെന്ന് പഠിപ്പിച്ചു. ഇത് തീരത്തില്ല ഇന്നത്തെ ദിവസങ്ങൾ. വരുന്ന ആഴ്ചയിൽ നമ്മൾ ഇത് കണ്ടിന്യൂ ചെയ്യും. ആയതുകൊണ്ട് നോക്കൂ, ദൈവവചനം യേശു പ്രാധാന്യമുള്ളതായി അംഗീകരിച്ചു. ഉൽപ്പത്തി തുടങ്ങി അവസാനത്തെ എബ്രായ പുസ്തകത്തിലെ 2 ദിനവൃത്താന്തം വരെ അവൻ ഉൾക്കൊള്ളിച്ചു. ആബേൽ തുടങ്ങി സെക്കറിയാവ് വരെ അവസാനമായി കൊല്ലപ്പെട്ട നീതിമാൻ എന്ന് പറഞ്ഞ് അതിനെ ഉറപ്പിച്ചു.
മോശയുടെ ന്യായപ്രമാണവും പ്രവാചകന്മാരും സങ്കീർത്തനവും അവരുടെ പുസ്തകത്തിന്റെ 3 അടുക്കാണ്. ആദ്യത്തേത് ന്യായപ്രമാണം, രണ്ടാമത്തേത് പ്രവാചകന്മാർ, മൂന്നാമത്തേത് എഴുത്ത് അഥവാ സങ്കീർത്തനം എന്ന് പറയുന്നതിനെ 3 ഉൾപ്പെടുത്തി അത് ദൈവവചനമാണെന്ന്. ആ ദൈവവചനം ആധികാരികതയുള്ളതാൻ വള്ളിക്ക് പുള്ളിക്ക് മാറാൻ പാടില്ലെന്നും അതിൽ പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞിരിക്കുന്നത് വാസ്തവമാണ്, അതുകൊണ്ട് അതിനെ നിവൃത്തി വന്നേ മതിയാകുള്ളൂ എന്നും അത് സത്യമാണെന്നും അതിൽ പറഞ്ഞിരിക്കുന്നത് യേശു വിശ്വസിക്കുകയും ചെയ്തു. അത് ദൈവത്തിന്റെ സൃഷ്ടിയും മനുഷ്യന്റെ സൃഷ്ടിയും അത് സോതവും നാശമാണെങ്കിലും ഏത് കാര്യം യോനയുടെ സംഭവമാണെങ്കിലും എല്ലാം യേശു വിശ്വസിച്ചു. അപ്പോൾ ഇന്ന് പകൽക്കാലം പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവവചനത്തെ കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാട് അത് യേശുവിന്റെ കാഴ്ചപ്പാട് പോലെ ആയില്ലെങ്കിൽ നാമും ആരെ പോലെ ആകും നമ്മുടെ സാഹചര്യത്തിന് ഒത്തവണ്ണം നിയമങ്ങൾ മാറ്റുന്ന സമ്പ്രദായങ്ങളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്ന വ്യക്തികളാണെങ്കിൽ യേശു അതിന് എന്തേ കൊടുക്കുകയുള്ളൂ? 0 ആണ്. അപ്പോൾ യേശു പഠിപ്പിച്ചത് ദൈവവചനമെന്ന് നാം വിശ്വസിക്കുന്ന ഈ പുസ്തകം തിരുവെഴുത്താണ്, തിരുവചനമാണ്, ദൈവവചനമാണ്. അതതുപോലെ നാം മുടക്കം വരാതെ പാലിക്കണം എന്ന് യേശു പഠിപ്പിച്ചു. അതായിരിക്കണം നമ്മുടെ ഉള്ളിൽ കയറുവാൻ. അല്ലാതെ ഇന്നത്തെ സൈക്കോളജിയോ ഫിലോസഫിയോ അതൊക്കെ മാനുഷികമായ അഭിപ്രായം. മനുഷ്യൻ പഠിച്ചാൽ അവന് പറയാൻ കഴിയുന്ന കാര്യം അതിനെ ഒരിക്കലും ഇതിന് ഈക്വലാക്കി വെക്കുവാൻ യേശു അംഗീകരിച്ചില്ല. അന്നത്തെ ശാസ്ത്രിമാരെ അംഗീകരിച്ചില്ലെങ്കിൽ ഇന്നത്തെ പണ്ഡിതന്മാരെയും യേശു അംഗീകരിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവവചനത്തെ കുറിച്ചുള്ള ആ മതിപ്പ്, യേശു വിശ്വസിച്ച ആ വചനം നമ്മുടെയും ഹൃദയത്തിൽ അതുപോലെ തന്നെ ആഴ്ത്തിപ്പതിക്കട്ടെ. അത് ദൈവവചനമായി തീരട്ടെ. അതിൽ പറഞ്ഞിരിക്കുന്നത് യാഥാർത്ഥ്യമാകട്ടെ. അങ്ങനെ നാം വിശ്വസിച്ചാൽ ദൈവവചനം സത്യമായി നമ്മുടെ ജീവിതത്തെ വ്യത്യാസം ചെയ്യും. നമ്മുടെ ജീവിതത്തിൽ എന്തും പ്രവർത്തിക്കുവാൻ ശക്തമുള്ള ആ ദൈവവചനം നമ്മുടെ അടിസ്ഥാനമായിരിക്കട്ടെ. അതിൽ വീട് പണിയുന്നവനാണ് ഭാഗ്യവാൻ. നമുക്ക് പ്രാർത്ഥിക്കാം.